അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് നേരം പുലർന്നാൽ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ടതുമാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. അതിന് ശേഷം അയാൾ എഴുന്നേറ്റ് പോയി ബാത്റൂമിലേക്കാണ് ആദ്യം പോകാം, അല്ലേ? ബാത്റൂമിൽ പോകുമ്പോൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹുബസി വൽ ഹബായിസ്. അള്ളാഹുവെ, പെൺ പിശാചിൽ നിന്നും ആൺ പിശാചിൽ നിന്നും എന്നെ നീ കാക്കണമേ എന്നാണ് അതിനർത്ഥം. എന്നും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ തന്നെ പുരുഷന്മാരാണെങ്കിൽ ഇടത്തോട്ട് കുറച്ച് ചെരിഞ്ഞ് ഇരിക്കുക, അതേപോലെ സ്ത്രീകളാണെങ്കിൽ വലത്തോട്ട് കുറച്ച് പൊങ്ങിയിരിക്കുക. അതായത് ഇടത് കാല് കുറച്ച് താഴ്ന്നിട്ട് മറ്റേ കാല് കുറച്ച് പൊക്കിയിരിക്കുക ആണുങ്ങളാകുമ്പോൾ. പെണ്ണുങ്ങളാകുമ്പോൾ വലത് കാല് നന്നായിട്ട് താഴ്ത്തിയിട്ട് ഇടത് കാല് കുറച്ച് പൊക്കിയിരിക്കുക. കാരണം അവർക്ക് മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് എളുപ്പമാവുന്ന വഴി അതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുവേ, എൻ്റെ ഈ ഫർജ് വൃത്തിയാക്കിയതുപോലെ എൻ്റെ ഹൃദയത്തെയും നീ ശുദ്ധീകരിക്കണേ അല്ലാ എന്നാണ് അതിന് അർത്ഥം. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് പോരുമ്പോൾ വലതു കാലാദ്യം വയ്ക്കണം. ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഇടത് കാല് മുന്തിക്കുക, പുറത്തേക്ക് വരുമ്പോൾ വലത് കാല് മുന്തിച്ച് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചൊല്ലേണ്ടത് ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. അള്ളാഹുവെ, എൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റി സുഖം തന്ന് അള്ളാഹുവിന് സർവസ്തുതിയുന്നു. നമ്മൾ ഒരാൾ മലമൂത്ര വിസർജ്യത്തിന് പോയി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മളെ മൂത്രം പോകാനോ അത് കാഷ്ടം പോകാതൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എത്രയോ വിഷമങ്ങൾ നമുക്കുണ്ട്, അല്ലേ? ഓപ്പറേഷൻ വരെ കഴിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമുക്ക് യാതൊരു വിഷമവും ഇല്ലാതെ വന്നതിന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, അള്ളാഹുവിന് സ്തുതി നൽകണം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ഒരു മുസ്ലിമായ മനുഷ്യന് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തുതി എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇതിന് അർത്ഥവും കൂടെ ഞാൻ പറയുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യനൊരിക്കലും അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഒരു ഹിന്ദുവിനായാലോ ക്രിസ്ത്യാനിക്കായാലോ അല്ലെങ്കിൽ മറ്റൊരു മതക്കാരനക്കായാലും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല ഒരിക്കലും. അത് അറിവില്ലായ്മ കൊണ്ട് മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതുപോലെ ഓരോ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ അറിയിക്കും. അതേപോലെ മദ്രസകളിൽ കുട്ടികൾ പഠിക്കുന്നത് എന്താണ് എന്നൊക്കെ ഞാൻ ഇതിൽ കൂടെ അറിയിച്ച് കാണിച്ചു തരും. ഞാൻ ആ ഓരോ പാഠങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, മദ്രസകളിൽ ആരെങ്കിലും അന്യമതസ്ഥരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ പറയുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റു മതസ്ഥർക്ക് കൂപ്പുകൈ.